ജനപ്രതിനിധികൾ കണ്ണു തുറന്നു കാണണം. അഞ്ചാമ്പലത്തി മുതൽ പുന്നക്കുരു ബസാർ വരെ ഹൈവേ പോകുന്നത് പാലത്തിലൂടെ. ലക്ഷ്യം ഉയർന്നതാകുമ്പോൾ മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം. മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ. ഒരു കൂട്ടം മനുഷ്യർ കഴിഞ്ഞ 240 ദിവസമായി സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി തെരുവിൽ സമരത്തിലാണ്. എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതിയുടെ സമരത്തിന് ബൈപ്പാസ് നിർമ്മാണത്തോളം പഴക്കമുണ്ട്. കോട്ടപ്പുറം ചന്തപ്പുര ബൈപ്പാസിൽ എലിവേറ്റഡ് ഹൈവേ വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ എലിവേറ്റഡ് ഹൈവേ ചന്തപ്പുരയിൽ നിന്ന് വടക്കോട്ട് മാറി. നഗരസഭയിലെ 4 വാർഡുകളിലെയും എറിയാട് പഞ്ചായത്തിലെ 3 വാർഡുകളിലെയും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് അധികാരികളുടെ പിടിവാശി മൂലം ഇല്ലാതാകുന്നത്. കോട്ടപ്പുറം മുതൽ കോതപറമ്പ് വരെയുള്ള ദൂരം മുഴുവൻ പാലം നിർമ്മിച്ചെങ്കിൽ നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറുമായിരുന്നു. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ അഞ്ചാമ്പലത്തി മുതൽ മതിലകം പഞ്ചായത്തിലെ പുന്നക്കുരു ബസാർ വരെ ഹൈവേ പോകുന്നത് പാലത്തിലൂടെയാണ്. എന്നാൽ നഗരഹൃദയത്തിലൂടെ പോകുന്ന ഹൈവേയെ പാലത്തിലൂടെയാക്കാൻ നഗരസഭയ്ക്കോ ജനപ്രതിനിധികൾക്കോ കഴിഞ്ഞില്ല എന്നാണ് ആക്ഷേപം. കോട്ടപ്പുറം ചന്തപ്പുര ബൈപ്പാസിൽ 5 സിഗ്നലുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ CI ഓഫീസ് സിഗ്നൽ ഒഴിച്ചുള്ള സിഗ്നലുകളിൽ മേൽപ്പാലം അനുവദിച്ചിട്ടും 2 നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ഉപയോഗിക്കുന്ന വഴി അടച്ചുകെട്ടാൻ പോകുന്നതിന് പിന്നിൽ ആരെങ്കിലും അച്ചാരം വാങ്ങിയിട്ടാണോ എന്ന സംശയവും ജനങ്ങൾക്കിടയിലുണ്ട്.